ഹലോ ഡിയർ പാരൻസ്, ഞാൻ ഡോക്ടർ ബിലാൽ മുഹസിൻ ഫ്രം എഡ്യൂപോർട്ട്. മറ്റന്നാൾ നീറ്റ് എക്സാമാണ്. നിങ്ങളുടെ മക്കൾ അവരുടെ ഇന്നേ വരെയുള്ള ജീവിതത്തിൽ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, ഏറ്റവും പാനിക്ഡ് ആയിട്ടുള്ള, നിങ്ങളിൽ നിന്ന് അവർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആവശ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ വരുന്ന 2 ദിവസം കടന്നു പോകാൻ പോകുന്നത്. 2016 മെഡിക്കൽ എൻട്രൻസിൽ 38th റാങ്ക് കിട്ടിയ ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന ഓരോ കുട്ടിയും ഈ സമയത്ത് കടന്നു പോകുന്ന മൈൻഡ് സെറ്റ് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഈ 2 ദിവസങ്ങളിൽ അവർക്കുണ്ടാകുന്ന ചെറിയ കാര്യങ്ങൾ പോലും അവരുടെ നീറ്റ് റിസൾട്ടിൽ, ഔട്ട്കമ്മിൽ വലിയ ചേഞ്ചസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും സംഭവിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, ആസ് എ പാരൻറ്റ് എനിക്കറിയാം, ബീങ് എ പാരൻറ്റ് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സസ് ഉണ്ടാകും. ഒരു കുട്ടി ഏതൊക്കെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നോ ഏകദേശം അതേപോലത്തെ പലതരം സിറ്റുവേഷനിലൂടെ ആസ് എ പാരൻറ്റ് നിങ്ങളും കടന്നു പോകുന്നുണ്ടാവും. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ കുട്ടിയുടെ റിസൾട്ട് ബെറ്റർ ആക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ 2 ദിവസവും നിങ്ങൾ അവരോട് എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രമേ സംസാരിക്കാവൂ. ആൻഡ് ഒരു ഓവർ പോസിറ്റീവായിട്ടുള്ളൊരു സ്ട്രെസ് പോലും നമ്മൾ ഉണ്ടാക്കരുത്. നോക്കൂ, ഒരു പരിധിവരെ അവരെ അവരുടേതായ രീതിയിൽ അവർ പ്രിപ്പയർ ചെയ്യുന്നു. നമ്മളെപ്പോഴും അവരോട് സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞാൽ മതി, എന്ത് എടാ മോനെ നീ അല്ലെങ്കിൽ മോളെ നീ ഇത്രയും കാലമായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, നന്നായിട്ട് എന്തായാലും കിട്ടും, അങ്ങനെ കിട്ടാണ്ടിരിക്കൊന്നുമില്ല, ഇനി കിട്ടാണ്ടിരുന്നാൽ ഇതൊരു പരീക്ഷയല്ലേ, ഇറ്റ്സ് ഓക്കെ. ആ ഒരു രീതിയിൽ മാത്രം സംസാരിക്കും. ഇതൊരു മത്സര പരീക്ഷയല്ലേ, നമുക്ക് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടൂല, കിട്ടിയില്ലെങ്കിൽ ഇത് ഓക്കെ ആണ് എന്ന രീതിയിൽ സംസാരിക്കണം. എന്താണെന്നറിയോ, നമ്മൾ നമ്മുടെ കുട്ടികളോട് പഠിക്കാതെ, അല്ലേ, നമ്മുടെ മോനോ അല്ലെങ്കിൽ മോളോ ഒക്കെ പഠിക്കാതിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഇടയ്ക്ക് അവരോട് എന്ത് പറയും? ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ ഒരുപാട് പൈസ കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിലവാക്കിയിട്ടാണ് കേട്ടോ നിന്നെ പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് നന്നായി പഠിക്കണേന്ന് നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ടല്ലേ. നമ്മൾ എന്തിനാ അത് അവരോട് പറയുന്നത്? അപ്പോൾ അവരുടെ ഉള്ളിൽ ഓക്കെ, ഇത്രയും പൈസ അവർ ചിലവാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടല്ലേ നമ്മൾ പറയുന്നത്. പക്ഷേ നോക്കൂ പാരൻസ്, നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല നിങ്ങളെക്കാൾ ഒരുപാട് പ്രായം കുറഞ്ഞ ഈ കുട്ടി ചിന്തിക്കുന്നത്. എനിക്കറിയുന്നതാണ്, നന്നായി പഠിക്കുന്ന കുട്ടികൾ പോലും അവർ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അവർക്ക് എന്തായാലും റാങ്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുള്ള കുട്ടികളുണ്ട്. അവരോട് ഞാൻ സംസാരിക്കുമ്പോൾ പോലും അവരുടെ ടെൻഷൻ എപ്പോഴും ഉപ്പ അല്ലെങ്കിൽ അച്ഛന് ഇത്ര പൈസ ചിലവാക്കണ്ടല്ലോ, എന്നിട്ട് അവരോട് ഞാൻ എന്ത് മറുപടി പറയും കിട്ടിയില്ലെങ്കിൽ, അങ്ങനൊരു സാധനം അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിരിക്കും നിങ്ങൾ പറയുന്നത്, പക്ഷെ അവരതിനെടുക്കുന്നത് അച്ഛന് ഞാനൊരു ബാധ്യതയാവുന്നുണ്ടോ എന്നുള്ളതിലേക്കാണ്. അവരുടെ ഒരു പ്രായത്തിൻ്റെ പ്രശ്നമാണത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അതിനകത്ത് വരും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനത്തെ ഒരു വാക്ക് പോലും, ഒരു നെഗറ്റീവിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരുന്ന, ഇനി അവർക്ക് നമ്മൾ ഓവർ പോസിറ്റീവ് ആക്കിയിട്ട് എന്തോ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറയാൻ അവർക്ക് ഒരു തരത്തിലൊന്നും തോന്നരുത്. ആ രീതിയിൽ വേണം സംസാരിക്കാൻ. ഇറ്റ്സ് എ സിമ്പിൾ എക്സാം. ഓക്കെ, ലെറ്റ്സ് ഗോ ത്രൂ ഇറ്റ്. ചിലപ്പോൾ എനിക്ക് കിട്ടും, ചിലപ്പോൾ കിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, കൂളാണടാ എന്ന രീതിയിൽ ഉപ്പയായാലും ഉമ്മയായാലും അമ്മയായാലും ഒക്കെ ഇങ്ങനെ മാത്രം സംസാരിക്കുക. ഇത് എപ്പോഴും അവർക്കൊരു എന്താ പറയുക, അവരിലൊരു പ്രഷർ ആൻഡ് സ്ട്രെസ്സ് കുറയ്ക്കാൻ ഭയങ്കരമായിട്ട് സഹായിക്കും. പിന്നെ എനിക്കറിയാം കേട്ടോ, ആസ് എ പാരൻറ്റ് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാവും. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇനിയിപ്പോൾ അഥവാ എൻ്റെ മോനൊരു നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് വന്നു കഴിഞ്ഞാൽ, അഥവാ റയർ ചാൻസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ കുടുംബക്കാരൊക്കെ ചോദിക്കൂലേ, അല്ലെങ്കിൽ അവർ ചോദിക്കൂലേ, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. നിങ്ങളുടെ മക്കൾക്ക് നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്, അതൊന്നും മൈൻഡ് ആക്കണ്ട. നിങ്ങളോടും പറയാനുള്ളത് തന്നെയാണ് കേട്ടോ. ആൾക്കാർക്കൊന്നും നമ്മൾ നന്നാവുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല. സത്യമായിട്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരായിക്കോട്ടെ, നാട്ടിലുള്ളവരായിക്കോട്ടെ, മഹാഭൂരിപക്ഷം ആൾക്കാർക്കും നമ്മൾ നന്നാവുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല. അവർ ചോദിക്കുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടുമല്ല. ഓക്കെ, സോ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. അവരിതെന്തോ എക്സാം, ഇത് കിട്ടിയാൽ നിങ്ങളെ മോൻ അടിപൊളി, കിട്ടിയില്ലെങ്കിൽ പോരാ എന്നൊക്കെ ചിന്തിക്കുന്നൊക്കെ പലതരം ആൾക്കാരുണ്ടാവും. അത് അവർക്ക് ബോധവും ബുദ്ധിയും ഇല്ലാത്തതുകൊണ്ടാണ് സത്യമായിട്ട്. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളത് മൈൻഡേ ആക്കണ്ട. ഇറ്റ്സ് എ സിമ്പിൾ എക്സാം. നിങ്ങളുടെ ഉള്ളിലും അതേ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിക്കോട്ടെ. ഓക്കെ, നിങ്ങളുടെ മകൻ കഴിഞ്ഞ വർഷം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അവന് കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾ അവരുടെ കൂടെ മാക്സിമം ഉണ്ടാവുക. അവരുടെ കൂടെ ഈ ഒരു കൂളായിട്ട് അവരെ കൂളാക്കിക്കൊണ്ടിരിക്കുക ഈ 2 ദിവസങ്ങളിൽ. ആൻഡ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എക്സാം സെൻറ്ററൊക്കെ നമുക്ക് അഡ്മിറ്റ് കാർഡൊക്കെ കിട്ടി, എക്സാം സെൻറ്ററൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലൊന്നും വാഹന സൗകര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്കറിയാം 1:30 1:30 എക്സാം ഹാളിൽ എത്തണം. പക്ഷെ നമ്മൾ ഈ എക്സാമിന് പോകുമ്പോൾ എനിക്കെപ്പോഴുള്ള പ്രശ്നം, ഞാൻ എപ്പോഴും ലാസ്റ്റ് ടൈമറാണ്.
അതിപ്പോൾ എന്ത് കാര്യത്തിലായാലും സത്യമായിട്ട് അവസാന നിമിഷത്തേക്ക് എല്ലാം മാറ്റി വെച്ച് അപ്പം ചെയ്യും, അപ്പം ചടപടാൻ ചെയ്യും. അത് ശരിക്കും ഭയങ്കര പാനിക്കിങ് ഉണ്ടാക്കും. അപ്പം എല്ലാം നമ്മൾ മാക്സിമം നേരത്തെ ഇറങ്ങി മാക്സിമം കാമായിട്ട്, ഇപ്പോൾ നിങ്ങൾ എക്സാമിന് പോവുകയാണ്, എക്സാമിന് പോകുന്ന സമയത്ത് ഒരു ബ്ലോക്ക്, നമ്മളുടെ റോഡുകളെ കുറിച്ചൊക്കെ നമുക്ക് നല്ല ധാരണ ഉണ്ട്. എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടായാൽ പോലും ആ കുട്ടിയുടെ ഹാർട്ട് റേറ്റ് കൂടാൻ തുടങ്ങും, അവൻ്റെ അഡ്രിനാലിൻ റിലീസ് ആവാൻ തുടങ്ങും, ആകെ അവൻ പാനിക്കാവും. എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന മൈനർ ബ്ലോക്കുകൾ പോലും കാര്യമായിട്ടും ലുക്ക്, ദർ ഈസ് സംതിങ് കോൾഡ് 1% റൂൾ. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അതിലെ എന്തൊരു ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളിലുണ്ടാകുന്ന മൈന്യൂട്ട് ഇമ്പാക്റ്റുകൾ പോലും ഫൈനൽ ഔട്ട്കമ്മിനെ ബാധിക്കും, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. സോ നിങ്ങൾ ആ എക്സാം സെൻറ്ററിലേക്ക് ബെറ്റർ നിങ്ങൾക്ക് നല്ല റൂട്ടുകളൊക്കെ നോക്കി വെച്ച് കറക്റ്റ് നമ്മൾ 1:30 നമ്മളൊരു 12:30 തന്നെ അവിടെ എത്തുന്ന രീതിയിൽ പോകുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ സെറ്റാക്കുക. നമ്മൾ നാളത്തേക്ക് വെക്കണ്ട, ഇന്ന് തന്നെ അത് സെറ്റാക്കി വെക്കുക. നമ്മുടെ ഭാഗത്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുള്ള എല്ലാം ഓക്കെ ആയിരിക്കണം. അയാൾ ജസ്റ്റ് അവിടെ പോയി എക്സാം എഴുതി വന്നാൽ മതി. ആൻഡ് നിങ്ങൾ അവരുടെ കൂടെ മാക്സിമം ഉണ്ടാവുക. പിന്നെ ഈ 2 ദിവസങ്ങളിൽ നിങ്ങൾ എക്സാം അല്ലേ, അപ്പോൾ ഒന്ന് കുട്ടിയെ കാമാക്കാന്നൊക്കെ കരുതിയിട്ട് പുറത്തൊന്നും കൊണ്ടുപോയിട്ട് ഒന്നും വാങ്ങിക്കൊടുക്കാതെ കേട്ടോ. സിമ്പിൾ ഫുഡ്സ്, ഈ 2 ദിവസം സിമ്പിൾ ഫുഡ് കഴിച്ചാൽ മതി. പേഴ്സണലി എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ബട്ട് സ്റ്റിൽ എന്താ പറയുക, കുറച്ചൊരു സ്പൈസി ഫുഡ് പോലും കഴിച്ചാൽ നമ്മുടെ വയറിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നമ്മളെ ബാധിക്കും. ഓക്കെ, ബിക്കോസ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ഇവൻറ്റുകൾ ഉണ്ടാകുമ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ 2 ദിവസങ്ങളിൽ അമ്മമാരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഓവർ സ്പൈസി ഫുഡുകൾ നിങ്ങളെ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. ഒരു ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ഐ എം എ ഡോക്ടർ ടു. ഓക്കെ, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യത, ദഹന പ്രശ്നങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് സ്പൈസി കുറഞ്ഞ ഫുഡ് കൊടുക്കുക, സ്പൈസസ്, അതുപോലെ ഫ്രൂട്ട്സും വെജും ഒക്കെ കൊടുക്കുക, സാലഡ്സൊക്കെ. പക്ഷെ അത് ഓവർ തീറ്റിക്കുകയും ചെയ്യാതിരിക്കുക. നമ്മുടെ ഉമ്മമാരുടെ സ്വഭാവമാണത്, മക്കളെ കുറേ തീറ്റിക്കുക. ഇന്ന് പരീക്ഷയല്ല, എൻ്റെ ഉമ്മയൊക്കെ പ്രത്യേകിച്ച് അത്, ഞാൻ എപ്പോൾ എവിടേക്ക് പോകണം കുറേ തിന്നുക എന്നുള്ള ഉമ്മക്ക് ഇഷ്ടം. കുറേ തിന്നുക എന്നുള്ളത് നമുക്ക് അത്ര നല്ലതല്ല. അപ്പോൾ കുറേ തീറ്റിക്കാതിരിക്കുക, കുറച്ച് അവർക്ക് വേണ്ട അളവിൽ മാത്രം കൊടുക്കുക. ഓക്കെ, വേണ്ട അളവിൽ മാത്രം ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഓവറാക്കിയിട്ടൊന്നും കൊടുക്കണ്ട. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. പിന്നെ ഡിയർ പാരൻസ്, വൺസ് അഗെയിൻ ദിസ് ഈസ് എ കോമ്പറ്റേറ്റീവ് എക്സാം. ഓക്കെ, നിങ്ങളുടെ മക്കൾ ഇതിനിറങ്ങി തിരിച്ചു, അവർ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ഔട്ട്കം അവർക്ക് പോസിറ്റീവായാലും നെഗറ്റീവായാലും ആസ് എ പേഴ്സൺ അവരൊരുപാട് മെച്ചപ്പെട്ട മനുഷ്യന്മാരായിട്ടുണ്ട്. ദെനോ നമ്മുടെ ഈ +1 +2 സിസ്റ്റമൊക്കെ ഉണ്ടല്ലോ സ്കൂളിലെ, അത് നമ്മുടെ മക്കളെ മാക്സിമം ലേസി ആക്കുന്ന സിസ്റ്റമാണ് സത്യമായിട്ട്. എക്സാമും അതിൻ്റെ സംവിധാനങ്ങളൊക്കെ അങ്ങനെ, അതിൽ നിന്ന് മാറിയിട്ട് എങ്ങനെ ഒരാൾ ഒരു ബെറ്ററായിട്ട് പ്രിപ്പയർ ചെയ്യാം, ബെറ്ററായിട്ടൊരു ഔട്ട്കം ഉണ്ടാക്കാമെന്നൊക്കെ നിങ്ങളുടെ മക്കൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് സത്യമായിട്ട്. ബി പ്രൗഡ് ഓഫ് യുവർ ചിൽഡ്രൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അവർക്ക് എല്ലാവർക്കും ബെറ്റർ റിസൾട്ട് ഉണ്ടാവട്ടെ, ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓഫ് കോഴ്സ് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ മക്കളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. സോ ഓൾ ദി ബെസ്റ്റ്. ബൈ.